ഷുവാങ് സു എന്ന തത്വചിന്തകൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മരത്തണലിൽ ഉറങ്ങുകയായിരുന്നു. അദ്ദേഹം ഒരു സ്വപ്നത്തിലായിരുന്നു. സ്വപ്നത്തിൽ അദ്ദേഹം ഒരു പൂമ്പാറ്റയായിരുന്നു. പൂവുകളിൽ നിന്നും പൂവുകളിലേക്ക് പറന്നു നടക്കുന്ന, കാറ്റിലൊഴുകി നടക്കുന്ന ഒരു സാധാരണ പൂമ്പാറ്റ. കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹം ഞെട്ടിയുണർന്നു. ഞെട്ടൽ സ്വപ്നത്തിന്റെ മാത്രമായിരുന്നില്ല. ആ സ്വപ്നത്തിൽ ഒരിടത്ത് പോലും താനൊരു മനുഷ്യനാണെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പൂമ്പാറ്റയുടെ ആ ജീവിതം അത്രയ്ക്കും യഥാർത്ഥമായിരുന്നു. എന്നാൽ ആ നിമിഷം ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ആ ചോദ്യത്തിൽ നിന്നും മോചനം ലഭിച്ചില്ല. പൂമ്പാറ്റയായി സ്വപ്നം കണ്ട ഒരു മനുഷ്യനാണോ ഞാൻ? അതോ ഇപ്പോൾ മനുഷ്യനായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൂമ്പാറ്റയോ? പുറത്തുനിന്നും ഒരു വെളിച്ചവുമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ, ഒരു ഇരുട്ടുമുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ തലച്ചോർ ഒരു ലോകം സൃഷ്ടിച്ചു. ആ ലോകത്ത് ആകാശമുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു, ശബ്ദങ്ങളുണ്ടായിരുന്നു, വികാരങ്ങളുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ആ ലോകത്തിനകത്ത് നിങ്ങൾ എന്ന ഒരു കഥാപാത്രം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് നിങ്ങളുടെ യാഥാർത്ഥ്യം അതായിരുന്നു, നിങ്ങളുടെ ലോകം അതായിരുന്നു, അല്ലേ? അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഈ ലോകവും യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ ലോകത്തെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ഒന്നുകൂടി വ്യക്തമായി പറയാം. നിങ്ങളുടെ തലച്ചോർ സ്ഥിതി ചെയ്യുന്നത് തലയോട്ടി എന്ന ഒരു ഇരുട്ടുമുറിക്കുള്ളിലാണ്. അവിടേക്ക് ഒരു വെളിച്ചവും എത്തുന്നില്ല, ഒരു ശബ്ദവും എത്തുന്നില്ല. അവിടേക്ക് എത്തുന്നത് വെറും ഇലക്ട്രിക്കൽ സിഗ്നലുകൾ മാത്രമാണ്. കണ്ണുകളിൽ നിന്നുള്ള സിഗ്നലുകൾ, ചെവിയിൽ നിന്നുള്ള സിഗ്നലുകൾ. ആ സിഗ്നലുകൾ വെച്ച് തലച്ചോർ ഒരു ചിത്രം, ഒരു കഥ നിർമ്മിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഈ ലോകം, ഈ നിറങ്ങൾ, ഈ ശബ്ദങ്ങൾ, ഈ വീഡിയോ എല്ലാം നിങ്ങളുടെ തലച്ചോർ നിർമ്മിച്ച ഒരു ചിത്രമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, പുറത്തു നിന്നുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് തലച്ചോർ ഒരു ലോകം നിർമ്മിക്കുന്നു. അതിനെ നാം യാഥാർത്ഥ്യമെന്ന് വിളിക്കുന്നു. പുറത്തു നിന്നുള്ള സിഗ്നലുകളില്ലാതെ തലച്ചോർ ഒരു ലോകം നിർമ്മിക്കുന്നു. അതിനെ നാം സ്വപ്നമെന്ന് വിളിക്കുന്നു. ഒന്നിൽ നിന്ന് നമുക്ക് ഉണരുവാൻ കഴിയും, മറ്റേതിൽ നിന്നും. ഈ ചോദ്യം ആധുനിക ശാസ്ത്രത്തിന്റെ സൃഷ്ടിയാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇതേ ചോദ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ പല കഥകളിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ നാരദമുനി മഹാവിഷ്ണുവിനോടൊരു ചോദ്യം ചോദിച്ചു: എന്താണ് യാഥാർത്ഥ്യം? ഈ കാണുന്നതെല്ലാം സത്യമാണോ? വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. പറയാം, പക്ഷെ അതിനു മുൻപ് എനിക്ക് നല്ല ദാഹമുണ്ട്. ആ ഗ്രാമത്തിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാമോ? നാരദൻ ഗ്രാമത്തിലേക്ക് നടന്നു. ആദ്യം കണ്ട വീടിന്റെ വാതിലിൽ അദ്ദേഹം മുട്ടി. വാതിൽ തുറന്നതൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ ആ നിമിഷം നാരദൻ എന്തിനാണ് അവിടെ വന്നതെന്ന കാര്യം മറന്നു. അവർ സംസാരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. നാരദൻ അവളെ വിവാഹം കഴിച്ചു. ആ ഗ്രാമത്തിൽ അവർ ഒരു വീട് വെച്ചു, കൃഷി ചെയ്തു, കുട്ടികളുണ്ടായി. 12 വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു രാത്രി അതിഭീകരമായ ഒരു പ്രളയം ആ ഗ്രാമത്തെ വിഴുങ്ങി. ഇരുട്ടിൽ തലയ്ക്കുന്ന വെള്ളത്തിൽ നാരദന്റെ കയ്യിൽ നിന്നും തന്റെ കുട്ടികൾ ഓരോരുത്തരായി ഒഴുകിപ്പോയി. അവസാനം ഭാര്യയും. എല്ലാം നഷ്ടപ്പെട്ട് ഒരു കരയിൽ വീണ് നാരദൻ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിനിടയിൽ പിന്നിൽ നിന്നും ശാന്തമായ ഒരു ശബ്ദം കേട്ടു. നാരദ, എന്റെ വെള്ളം എവിടെ? നീ പോയിട്ട് 5 നിമിഷമായല്ലോ. ഇനി ഒരു നിമിഷത്തേക്ക് ഈ ആശയം ശരിയാണെന്ന് സങ്കൽപ്പിക്കുക. ഈ പ്രപഞ്ചം കാണുന്ന സ്വപ്നമാണ് നിങ്ങളെന്ന് കരുതുക. അപ്പോൾ ആ സ്വപ്നം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ഇന്നലെ രാത്രി നിങ്ങൾ കണ്ട സ്വപ്നത്തെ ഒന്ന് ഓർത്തു നോക്കൂ. ആ സ്വപ്നത്തിൽ നിങ്ങൾ മാത്രമാണോ ഉണ്ടായിരുന്നത്? മറ്റ് മനുഷ്യരും ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചു, അവർ ചിരിച്ചു, അവർ നിങ്ങളോട് തർക്കിച്ചു, നിങ്ങളെ പിന്തുടർന്നു. അപ്പോൾ ഒരു ചോദ്യം: അവരുടെ സംഭാഷണങ്ങൾ എഴുതിയത് ആരാണ്?
അവരെ അഭിനയിപ്പിച്ചതാരാണ്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ ഒരൊറ്റ മനസ്സാണ് ആ സ്വപ്നത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങളെ പേടിപ്പിച്ച ആ വില്ലൻ പോലും നിങ്ങൾ തന്നെയായിരുന്നു. പ്രപഞ്ചത്തിന്റെ സ്വപ്നവും ഇതുപോലെയാണെങ്കിലോ? ഒരൊറ്റ ബോധം, പക്ഷേ കോടിക്കണക്കിന് വേഷങ്ങൾ. ഒരു സമയം നിങ്ങളൊരു യോദ്ധാവാണ്, യുദ്ധക്കളത്തിൽ ജീവനു വേണ്ടി പോരാടുന്ന യോദ്ധാവ്. എന്നാൽ അതേ നിമിഷം ആ യോദ്ധാവിന്റെ നേർക്ക് വാളുയർത്തുന്ന ശത്രുവും നിങ്ങൾ തന്നെയാണ്. ഇടയ്ക്ക് നിങ്ങളൊരു കലാകാരനാണ്, തന്റെ സൃഷ്ടിയിൽ സ്വയം മറന്നിരിക്കുന്ന കലാകാരൻ. ചിലപ്പോൾ വഴിയരികിലിരിക്കുന്ന ഒരു ദുർബലനായ മനുഷ്യനും നിങ്ങൾ തന്നെ. ജയിക്കുന്നവനും നിങ്ങൾ തന്നെ, തോൽക്കുന്നവനും നിങ്ങൾ തന്നെ. എല്ലാം ഒരേ ഒരാൾ. എന്തിനേറെ പറയുന്നു, ഒരു വീഡിയോ കണ്ട് ഇത് സ്വപ്നമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതും ഈ നിങ്ങൾ തന്നെ. ഇനിയൊരു അവസാന ചോദ്യം കൂടി. ഈ സ്വപ്നത്തിനകത്ത് വെച്ച് ഇതൊരു സ്വപ്നമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാലോ? അതായത് ആ തിരിച്ചറിവ് നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലോ? എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യുക? ഞാൻ പറയാം. നിങ്ങൾ ചിരിക്കും, നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ഇത്രയും കാലം നിങ്ങളെ പേടിപ്പിച്ച കാര്യങ്ങളെ ഓർത്ത്, നിങ്ങൾ കരഞ്ഞ രാത്രികളെ ഓർത്ത്, നിങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഓട്ടങ്ങളെ ഓർത്ത് നിങ്ങൾ പൊട്ടിച്ചിരിക്കും. നിങ്ങളെ നോക്കി, ഈ ലോകത്തെ നോക്കി. ശേഷം ആ ചിരിക്കിടയിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയും. അത് സങ്കടത്തിന്റെ കണ്ണീരായിരിക്കില്ല. ഇത്രയും കാലം ചുമന്ന് നടന്ന ഭാരങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇറക്കി വെച്ചതിന്റെ ആശ്വാസമായിരിക്കും. പിന്നെ ഏറ്റവും വിചിത്രമായ കാര്യം സംഭവിക്കും. നിങ്ങൾ ഈ സ്വപ്നത്തിൽ നിന്നും ഓടിപ്പോകുവാൻ ശ്രമിക്കില്ല. നേരെ തിരിച്ച് നിങ്ങൾ ഈ സ്വപ്നത്തെ ആസ്വദിക്കാൻ തുടങ്ങും, പൂർണ്ണമായി. കാരണം ഇനി ഒന്നിനും നിങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല. തോൽവികൾ വെറും രംഗങ്ങളാണ്. മഴ നനയുമ്പോഴും വെയിലേൽക്കുമ്പോഴും ജയിക്കുമ്പോഴും വീഴുമ്പോഴും നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാകും. നാടകം ആസ്വദിക്കുന്ന ഒരാളുടെ പുഞ്ചിരി.